സംസ്ഥാനത്താകെ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് 13 മന്ത്രിമാർക്ക്. വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന മന്ത്രിമാർക്കാണ് അപ്രതീക്ഷിത പരാജയമുണ്ടായത്. 2001 മുതൽ 25 വർഷക്കാലം പത്തനാപുരം MLA ആയിരുന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനാണ് ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന്റെ തോൽവിയാണ് LDF ക്യാമ്പിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ് ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത്. നേമത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖരനോടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പരാജയപ്പെട്ടത്. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തറപറ്റിച്ചത് കോൺഗ്രസിലെ യുവനേതാവ് അബിൻ വർക്കിയാണ്. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഏറ്റുമാനൂരിൽ VN വാസവൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കളമശ്ശേരിയിൽ P രാജീവ്, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, ചടയമംഗലത്ത് J ചിഞ്ചുറാണി, തിരൂരിൽ V അബ്ദുറഹ്മാൻ, എലത്തൂരിൽ AK ശശീന്ദ്രൻ, മാനന്തവാടിയിൽ OR കേളു എന്നിവരാണ് തോറ്റ മറ്റു മന്ത്രിമാർ. അതേസമയം മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ വിജയിച്ചു. ആദ്യ റൗണ്ട് തൊട്ട് പിന്നിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 19,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 1012 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ജയിച്ചു. ഒല്ലൂരിൽ K രാജൻ, നെടുമങ്ങാട് GR അനിൽ, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, ചേർത്തലയിൽ P പ്രസാദ് എന്നിവരാണ് ജയിച്ച മറ്റ് മന്ത്രിമാർ. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.